എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ കുറേ ദിവസം നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ഒരു പറ ചോറ് ഉണ്ണാൻ പറ്റും. കാരണം അത്രയും ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടി. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് 100 ഗ്രാം ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയും വേണമെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ എണ്ണ ഒഴിക്കാതെ റോസ്റ്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല പൊടിയായിട്ടുള്ള ഉണക്കച്ചെമ്മീനാണ്. സോ ആദ്യം ഞാനത് റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കഴുകി അതിൻ്റെ നനവൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് പേപ്പറിലൊന്ന് പരത്തിയൊക്കെ ഇട്ടതാണ്. കാരണം ചില ഈ ഉണക്കച്ചെമ്മീനിലൊക്കെ ഇതുപോലെ പൊടിയും ഇതുപോലെ സാധനങ്ങളൊക്കെ ഇതുണ്ടാവും, പൊടിയും ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി 2 പ്രാവശ്യം ഒന്ന് കഴുകി പേപ്പറിലൊന്ന് പരത്തിയിട്ടതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇത്രയും നല്ല പൊടിയാണ് ഈ ഉണക്ക ചെമ്മീൻ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതുപോലെയാണ്. അപ്പം നിങ്ങൾക്ക് ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഒരുവിധം നല്ല വലിയ ഉണക്ക ചെമ്മീൻ. അപ്പോൾ അങ്ങനെ അതും യൂസ് ചെയ്യാം, ഇതും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു ഒരു മണം വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഉണക്ക ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിനിടയിൽ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ സാധാരണ ഈ മീൻ വറക്കുമ്പോഴൊക്കെ, അതായത് പ്രത്യേകിച്ച് ഈ ഉണക്കമീൻ ഇത് ഇങ്ങനെയൊക്കെ വറക്കുമ്പോൾ നല്ലൊരു മണം വരും, പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മീൻ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ സൈഡിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കാപ്പിപ്പൊടി അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാപ്പിപ്പൊടിയുടെ ആ ഒരു മണത്തിൽ ആ മീൻ വറക്കുന്ന മണം അത്ര എവിഡൻ്റായിട്ട് അറിയില്ല. ഇതൊരു ടിപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കാം അടുക്കളയിൽ. അപ്പോൾ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുന്നത് അടുക്കളയിൽ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ കുറച്ച് സേഫ്റ്റി ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് റിസ്ക്കൊക്കെ ഉള്ള കാരണം അത് അത്ര വേണ്ട. അപ്പോൾ അടുക്കളയിൽ കത്തിച്ച് വയ്ക്കുന്നതിനേക്കാളും പകരം ഹാളിൽ എവിടെയെങ്കിലും ഇതുപോലെ സെൻറ്റഡ് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ മണത്തിൻ്റെ കൂടെ ഈ മീൻ വറുക്കുന്ന മണം അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. അപ്പം എനിക്ക് ട്രൈ ചെയ്ത് സക്സസ് ആയത് ഈ കാപ്പിപ്പൊടി അത് വെള്ളത്തിൽ നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ച് ആ ഒരു മണത്തിലാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ഉണക്ക ചെമ്മീൻ ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണവും വരുന്നുണ്ട്, ഇതേപോലെ നന്നായിട്ട് ആയിട്ടുണ്ട്. സോ ഇനി ഇതൊരു തനിയെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാറണം. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ വേറെയും കുറച്ച് സാധനങ്ങൾ വറുക്കാനുള്ളതിൽ ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാണ്. ഇതിപ്പോൾ വലിയ വെളുത്തുള്ളി ആയ കാരണമാണ് ഞാൻ ഒരു 4-5 എടുത്ത്. ചെറുതാണെങ്കിൽ കുറച്ച് അധികം എടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അരമുറി തേങ്ങയും പിന്നെ ഒരു 4-5 ഉണക്കമുളകും. അപ്പോൾ ഈ ഉണക്കമുളക് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ളതാണ്. അപ്പോൾ അത് കാരണമാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവില്ലാത്ത മുളകാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എരിവിൻ്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്കത് എടുക്കാം. അപ്പോൾ വെളുത്തുള്ളി, തേങ്ങ, ഉണക്കമുളക്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുക്കണം. ഡ്രൈ റോസ്റ്റ് തന്നെയാണ്. അപ്പോൾ കറിവേപ്പില ഇട്ടു. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ആ തേങ്ങയുടെ കളറൊന്ന് മാറണം, അതിൻ്റെ ആ ഒരു നനവെല്ലാം പോയി കുറച്ചൊന്ന് ബ്രൗൺ കളറാവണം. അപ്പോൾ അതുവരെ നമുക്കത് തേങ്ങ വറുത്തെടുക്കണം. ഇതിപ്പോൾ തേങ്ങ ഒരുവിധം ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി
അതും കൂടി അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു 2 to 3 മിനിറ്റ് നേരം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ചേർക്കാം. ചെറിയ ഉള്ളിയൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം. അത് ആദ്യം വെളുത്തുള്ളി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളിയും ചേർക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ തേങ്ങ ഒരുവിധം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതാ ഉണക്ക ചെമ്മീൻ വറുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ ഇത് ആ പ്ലേറ്റിൽ തന്നെ കുറച്ച് നേരം ഒന്ന് പരത്തിയിടുക. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം ഉണക്ക ചെമ്മീനിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് അതിന് ഇട്ടാൽ മതി. അതേപ്പോൾ ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് ചെറിയ ചെറിയ ബാച്ചാക്കി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല, കുറച്ചൊരു തരിതരിങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്കത് കുറേ ദിവസം നമുക്കത് സൂക്ഷിക്കാം. കാരണം അതിൽ വെള്ളവും ഒന്നും ചേർക്കാതെ നമ്മൾ അധികം എണ്ണയും ചേർക്കാതെ നമ്മൾ വറുത്ത് റോസ്റ്റ് ചെയ്ത് പൊടിച്ചതല്ല. അപ്പോൾ കുറേ കാലം ഇരിക്കും. അപ്പോൾ നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കണ എയർ ടൈറ്റ് കണ്ടെയ്നർ ഞാൻ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ അത് കാരണം അതിലിട്ടിട്ട് കുറേ ദിവസം നമുക്കത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ അപ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം ഉണ്ടെങ്കിൽ മതി, നമുക്ക് കുറേ ചോറുണ്ടാകും. കാരണം അത് അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.